ഗുഡ് മോർണിംഗ്. കൊടൈക്കനാലിൽ ഞങ്ങളുടെ ഒരു മോർണിംഗ് ആണ് ഇട്ടത്. നമ്മളൊരു 6 മണി ആയപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റു. കാരണം ഒരു 7:30 കൂടി ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊരു ഉദ്ദേശമാണ് ഉള്ളത്. കാരണം 8:30 ആകുമ്പോഴേക്കും കൊടൈക്കനാൽ ടൗൺ ഭയങ്കര ബ്ലോക്കാവും. അതുപോലെ നമുക്ക് ലേക്കിൻ്റെ അവിടേക്ക് വേഗം എത്താൻ പറ്റില്ല, നമ്മുടെ ടൈം ഫുള്ള് പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ 8:30 ആകുമ്പോഴേക്കും നമുക്ക് ടൗണിലെത്തണം. നമ്മളപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടെ കെറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിച്ചു. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ പുറമേ നിന്നുള്ളൊരു കാഴ്ചയാണിത്. നമ്മുടെ കോട്ടേജിൻ്റെ സംഭവം കൊടൈക്കനാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഇതൊരു സീസൺ ടൈമല്ല, പക്ഷേ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തണുപ്പുണ്ടായിരുന്നു. രാവിലത്തെ എല്ലാവരുടെയും ഒരുക്കപ്പാടും എല്ലാം കഴിഞ്ഞ് നമ്മളിതാ കോട്ടേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ആ ഒരു കോട്ടേജിൻ്റെ ഭംഗി കണ്ടോ, ഫുള്ള് ഫ്ലവർ കൊണ്ടുള്ള ഒരു ആർഭാടാണ് ആ ഒരു കോട്ടേജ് മുഴുവൻ. അവിടുത്തെ ആ ഫ്ലവറൊക്കെ നമുക്ക് നാട്ടിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് പറഞ്ഞ നാട്ടൊക്കെ കാരണം ഇവിടെ ഉണ്ടാവില്ല. അവിടുത്തെ കാലാവസ്ഥ ഒരു പ്രത്യേകതയാണല്ലോ. പക്ഷേ നല്ല ഭംഗിയുള്ള കണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കോട്ടേജ്. നമ്മളിതാ പുറത്തിറങ്ങി. ആ ഏരിയ ഫുൾ കോട്ടേജിൻ്റെ ഒരു ഒറ്റ ഏരിയ ആണ് കേട്ടോ. നമ്മൾ വേഗം ഇറങ്ങിയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണമല്ലോ നമുക്ക് ലേക്കിൻ്റെ അവിടേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷിച്ച് നടക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എവിടെ നോക്കിയാലും തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ്. അപ്പോൾ ഇതാ കൊടൈക്കനാൽ ശരിക്കും പറഞ്ഞാൽ ഉണരണേ ഉള്ളൂ കേട്ടോ. മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളപ്പോഴേക്കും റെഡിയായി ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മളൊരു ചെറിയൊരു ഹോട്ടൽ കണ്ടു. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കുറച്ച് സൗകര്യം തോന്നി. ബാക്കി എല്ലാ ഹോട്ടലിലും ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭൂരിയൊക്കെ കണ്ടപ്പോൾ വേഗം നിർത്തിയതാണ്, എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിൽ. അപ്പോൾ ഇത് അവിടെ ചെന്നിരുന്നു. അവിടെ ഓർഡർ കൊടുക്കാൻ തുടങ്ങി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടുത്തെ മസാല ദോശ ഫേമസ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മസാല ദോശയാണ് ഓർഡർ കൊടുത്തത്. അവരൊക്കെ പൂരി മസാല, അതുപോലെ സാദാ ദോശ, നെയ് റോസ്റ്റ്, അങ്ങനെ പല ഐറ്റംസും പറഞ്ഞു. ഞാൻ നീലാണ് മസാല ദോശയാണ് ഓർഡർ കൊടുത്തത്. മസാല ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആ ഉരുളക്കിഴങ്ങ് മസാലയാണ് ഫില്ല് ചെയ്യുക. പക്ഷേ ഇവരുടെ അവിടെ ഈ ഉരുളക്കിഴങ്ങ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അവരുടെ ഒരു തരം ചാറ്റ് മസാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ മസാല ദോശ തന്നെയായിരുന്നു. പക്ഷേ ആ മസാല ദോശ എന്താ പറയുക, വൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. നമുക്ക് വിശപ്പ് കൊണ്ട് കഴിക്കണം എന്ന് വിചാരിച്ച് കഴിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആ ഉരുളക്കിഴങ്ങ് കറി മാത്രം അതിൽ ഫില്ല് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അവരതിൻ്റെ മുകളിൽ ഒരു ആവശ്യമില്ലാത്തൊരു മസാല ഇട്ടിട്ട് ആകെ എന്താ പറയുക, ഗതികേടോണ്ട് ഞങ്ങൾ കഴിക്കണതാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനി എത്തിയിട്ടാണ് ലേക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും നേരൊക്കെ നല്ല പോലെ വെളുത്ത ഒരു ടൈമാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, സൈക്കിൾ നമുക്ക് എടുത്ത് പോയാലോ എന്ന് വിചാരിച്ച് സൈക്കിൾ എടുത്തുട്ടാ. അപ്പോൾ ഞാൻ നീലെണ്ണം ഒരു സൈക്കിൾ എടുത്തു, ഡബിൾസ് അടിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നാലെ വരുന്നു 2 എണ്ണം. അപ്പോൾ ചേച്ചൻ ചേട്ടനും കുറേ നേരം ഇവർ പോയിട്ട് വേണം ഞങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ് നിന്നിട്ട് ഇവർ പോണ് കാണല്ലേ, ഒരു കണ്ണാടിയൊക്കെ വെച്ച് സെറ്റാവാൻ നിൽക്കണം. അപ്പം ഞങ്ങൾ പാസ് ചെയ്ത് പോവാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും ആ ലേക്ക് നല്ല പോലെ എന്താ പറയുക, അവിടെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു സത്യം പറയുകയാണെങ്കിൽ കേട്ടോ. കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ആ ലേക്കിൽ ഇങ്ങനെ കോട വരാൻ തുടങ്ങി. അപ്പോൾ ഇത് റൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദൂരമാണ് കേട്ടത്. ആ ലേക്ക് അത്ര കിലോമീറ്ററോളം എടുക്കുന്ന ഒരു ലേക്കാണ്. അപ്പോൾ നമുക്കത് റൗണ്ടിങ് എന്ന് പറഞ്ഞത് നടക്കണ കാര്യമില്ല. പക്ഷേ ഞങ്ങൾ കുറച്ച് ദൂരം സൈക്കിളിൽ പോയിണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോട എങ്ങനെ വരുന്നത് കണ്ടുട്ടാ. ശരിക്കും കോട കാണാൻ നമ്മൾ മുൻപ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്കും കോട വന്ന് ആ ലേക്ക് ഇങ്ങനെ മൂടുന്നത് ഞങ്ങൾ നേരിൽ കാണാണ് കേട്ടോ. ശരിക്കും അടിപൊളി കാഴ്ചയായിരുന്നു അത്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ കൊടൈക്കനാൽ വൈൽഡ് സാങ്ച്വറിയിലേക്കാണ് പോയത്. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട.
ഈ ഒരു തിരക്ക് കണ്ട ഇതിൽ ഞങ്ങളിങ്ങനെ ഒഴുകിയാണ് നടന്നത്. എന്താണ് ഇപ്പോൾ ഇവിടെ ഇത്രയ്ക്കും തിരക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീസൺ അല്ലെങ്കിലും വെക്കേഷൻ ടൈം ആണല്ലോ. ഞാൻ 3ാമത്തെ തവണയാണ് കൊടൈക്കനാലിലോട്ട് വരുന്നത്. ഇത്രയും തിരക്കിൽ ഞാൻ കൊടൈക്കനാലിൽ എവിടെയും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. വളരെ സൂപ്പറായിട്ടാണ് ഞാൻ ഓരോ സ്ഥലങ്ങളിലും പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. പക്ഷേ ഈ ഒരു തിരക്ക് ഇത് അൺസഹിക്കബിൾ ആയിരുന്നു ശരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതോടുകൂടി ഒരു പ്ലാൻ ചെയ്തു, വേറെ ഒന്നുമല്ല, ഇനി വെക്കേഷന് കൊടൈക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവേയില്ല. കാരണം നമുക്കൊരു ഒരുവിധ പ്രൈവസിയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ല, എവിടെയും നിൽക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എല്ലായിടത്തേക്കും ഒന്ന് ഓടിപ്പോയി എന്ന് മാത്രം കേട്ടോ. ഇനി വളരെ വൃത്തിയായിട്ട് ഒരു പ്രാവശ്യം കൂടി പോകണം എന്നൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ ഒരിക്കലും വെക്കേഷൻ ആവരുതത്. ആ പ്രദേശവും മൊത്തം മഞ്ഞായിരുന്നു കേട്ടോ. കോട കൊണ്ട് ഭയങ്കര മൂടൽ മഞ്ഞും കാര്യങ്ങളായിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ആ കോട മുഴുവൻ മഴയായി മാറി. മൊത്തം മഴയും ചെളിയും ആകെ പ്രശ്നമായിരുന്നു. ഈ സമയം കോട ഇറങ്ങുന്ന ടൈമാണ് ശരിക്കും കൊടൈക്കനാലിൽ. അവിടെ നിന്ന് പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ ഉന്തിത്തള്ളി ഗുണ കേവിൻ്റെ കവാടത്തിലോട്ട് പോയി.